ഈ അയൽവാസി നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ മർദ്ദിക്കുന്ന ശബ്ദമൊക്കെ കേട്ടു. കുട്ടി കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. നേരത്തെയും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പോലീസ് സംഘം ഇപ്പോഴും അവിടെ ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേക വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അവിടെ നിന്ന്? ഒരുപക്ഷെ ഈ വീട് ഇതിന്റെ സാഹചര്യം ഇങ്ങനെയാണ്. ഇതിന്റെ സമീപത്തൊക്കെ ഇങ്ങനെ വീടുകളുണ്ട്. അപ്പോൾ ഈ വീടിനുള്ളിൽ വെച്ച് കുട്ടിക്ക് ക്രൂരമായി മർദ്ദനമേറ്റിരുന്നതായും ആ മർദ്ദനമേറ്റ് കുട്ടിയുടെ നിലവിളി പുറത്തേക്ക് വന്നിരുന്നതായും അങ്ങനെ തുടർച്ചയായി സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിരുന്നതായും പിന്നീടാണ് ആ കുട്ടി ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 19 വയസ്സുകാരനും ഈ തസ്നിമും ഇവർ മാത്രമാണ് അൻവർ ഹുസൈന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കൾ. അവർക്കൊപ്പം ഈ വീട്ടമ്മ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച ഈ വീട്ടമ്മ അൻവർ ഹുസൈന് ഒപ്പമുള്ള അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ, അവരുടെ മക്കളുമായി തസ്നീം വഴക്കുണ്ടാക്കുന്നു. ആ വഴക്ക് ചോദ്യം ചെയ്തുകൊണ്ട് ഈ രണ്ടാനമ്മ ആ കുഞ്ഞിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. ആ മർദ്ദനത്തിൽ മനം നൊന്ത് ആ കുഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അയൽവാസികളുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ 19 വയസ്സുള്ള ഈ കുട്ടിയുടെ ജ്യേഷ്ഠ സഹോദരനുമായി ഈ കുടുംബവുമായി അകന്ന ബന്ധം മാത്രം സൂക്ഷിച്ചിരുന്ന ജ്യേഷ്ഠ സഹോദരനുമായി ഏതെങ്കിലും തരത്തിൽ ഈ ഫോണിൽ ഇക്കാര്യങ്ങൾ, ഈ മർദ്ദനമേറ്റ കാര്യമോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ അറിയിക്കാൻ ഇവർ തയ്യാറായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഈ മണിക്കൂറിലെ ഏറ്റവും നിർണായകമായ ഒരു വിവരമായി മാറുന്നത് രണ്ടാനമ്മയാണ് ഈ കുട്ടിയെ മർദ്ദിച്ചിരുന്നത്. രണ്ടാനമ്മയാണ്. രണ്ടാനമ്മയുടെ ഭാഗത്തുനിന്ന് ക്രൂരമായ മർദ്ദനം ഈ 13 വയസ്സുകാരി കേൾക്കേണ്ടി വന്നിരുന്നു. അതിലുള്ള മനോവിഷമം മൂലമാണ് ഈ 13 വയസ്സുകാരി ഇവിടെ നിന്ന് ട്രെയിൻ കയറി എവിടേക്ക് പോകണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ഈ വീട് വിട്ട്, ഭാഷ പോലും അറിയാത്ത ഒരു നാട്ടിൽ ഒറ്റയ്ക്ക് ഒരു ട്രെയിനിൽ ഇങ്ങനെ വീട് വിട്ട് പോകേണ്ട ഗതികേടിലേക്ക് പോയത് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടായ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് എന്ന കൃത്യമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അയൽവാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒരു കാര്യം ഉറപ്പാണ്, കുട്ടിയെ കണ്ടെത്തുക എന്നതിനൊപ്പം തന്നെ കുട്ടിക്ക് ഏത് തരത്തിലുള്ള മാനസികമായ പീഡനം അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഈ ഒരു മർദ്ദനത്തിന്റെ ഭാഗമായി ഇവിടെ നിന്ന് നേരിടേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി പോലീസിന്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ നീങ്ങുകയാണ്. അതാണ് സാഹചര്യം. ഏതായാലും കുട്ടിയെ കണ്ടെത്താനുള്ള അതിതീവ്ര ശ്രമങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. 5 അംഗ പോലീസ് സംഘം കന്യാകുമാരിയിലുണ്ട്. അവർ കന്യാകുമാരിയുടെ ഓരോ മുക്കും മൂലയും അരിച്ചു പരിശോധിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. വി അരുൺ ഇപ്പോൾ അല്പസമയത്തിനകം കന്യാകുമാരിയിൽ എത്തും. അരുൺ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവെക്കും എന്നും മനസ്സിലാകുന്നു. ഏതായാലും രാവിലെ തന്നെ പോലീസ് സംഘം കന്യാകുമാരിയിൽ എത്തിയിരുന്നു. 5:30 മണിക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെൺകുട്ടി പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇന്നലെ രാത്രിയൊക്കെ ഈ പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ ചിലവഴിച്ചിട്ടുണ്ടാകാം. 13കാരി എന്നുള്ളതാണ്. സ്വാഭാവികമായി ഒരു കുട്ടിയെ കണ്ടാൽ അത്തരം അന്വേഷണങ്ങളൊക്കെ സ്വാഭാവികമായും റെയിൽവേ സംഘത്തിന്റെ ഭാഗത്തു നിന്നും, RPFന്റെ ഭാഗത്തു നിന്നും, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന ശേഷം ഈ പെൺകുട്ടി പിന്നീട് പുറത്തേക്ക് ഇറങ്ങിപ്പോയതാണോ എന്ന സംശയമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോഴും നമുക്ക് വ്യക്തമാകേണ്ടത് ഈ പെൺകുട്ടി എവിടെ എന്നുള്ള കാര്യത്തിലാണ്. ചെന്നൈയിൽ അന്വേഷണമുണ്ട്. ചെന്നൈയിലൊക്കെ എത്താനുള്ള സമയം, അത് ഈ അവിടെ നിന്ന് ഈ കോയമ്പത്തൂരിൽ നിന്ന് കന്യാകുമാരിയിൽ എത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല. അങ്ങനെയും ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. പെൺകുട്ടിയുടെ മൂത്ത സഹോദരൻ, അതായത് ഈ ഇയാളുടെ ഈ അച്ഛൻ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അച്ഛന്റെ ആദ്യ ഭാര്യയുടെ മകൻ, അതായത് ഈ തസ്മിദിന്റെ സഹോദരൻ 19 വയസ്സുകാരനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾ ചെന്നൈയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഇയാളുടെ ആദ്യ ഭാര്യയുടെ മകൻ. അപ്പോൾ ഇത് രണ്ടാം ഭാര്യയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നും മനസ്സിലാകുന്നു. അപ്പോൾ ഈ സഹോദരനെ തേടി പെൺകുട്ടി ചെന്നൈയിലെത്താനുള്ള സാഹചര്യം കൂടി വളരെ പ്രസക്തമാണ്. അങ്ങനെയും ഇവർ തമ്മിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള കോണ്ടാക്ട്സ് ഉണ്ട് എങ്കിൽ അതിനുമുള്ള സാധ്യതകൾ അത് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്.